ഒരു കാലത്ത് ഇന്ത്യൻ ടെലികോം വിപണിയിലെ ഏറ്റവും ശക്തമായ രണ്ട് പേരുകളായിരുന്നു വോഡാഫോണും ഐഡിയയും. വിപണിയിൽ തുല്യശക്തികളായി നിലകൊണ്ടിരുന്ന ഇവർ തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നിരുന്നത്. എന്നാൽ റിലയൻസ് ജിയോയുടെ വരവും അതോടൊപ്പം മുകേഷ് അംബാനി അവതരിപ്പിച്ച സൗജന്യ ഓഫറുകളും വിലക്കുറവുകളും ടെലികോം രംഗത്തിന്റെ സമവാക്യം തന്നെ മാറ്റിമറിച്ചു. ഈ മത്സരത്തെ അതിജീവിക്കാൻ വോഡാഫോണിനും ഐഡിയയ്ക്കും കഴിഞ്ഞില്ല. ഇതോടെയാണ് ഒരേ ശത്രുവിനെ നേരിടാൻ പരസ്പര എതിരാളികളായിരുന്ന ഈ രണ്ട് കമ്പനികൾ ലയനത്തിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷകളോടെയായിരുന്നു വോഡാഫോൺ ഐഡിയ ലയനം പ്രഖ്യാപിച്ചത്. ഉപഭോക്താക്കളും നിക്ഷേപകരും ഈ നീക്കത്തിൽ വിശ്വാസം അർപ്പിച്ചു. എന്നാൽ ലയനം കമ്പനിയെ ഒരുപാട് ശക്തിപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. നിലവിലെ സാമ്പത്തിക അവസ്ഥകൾ വിലയിരുത്തുമ്പോൾ അതിനുത്തരം ലഭിക്കുക എളുപ്പമല്ല എന്നതാണ് വസ്തുത. വോഡാഫോൺ ഐഡിയയുടെ നിലവിലെ അവസ്ഥ കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് നിരീക്ഷിച്ചു വരികയാണെന്ന് ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം സ്പെക്ട്രം കുടിശ്ശിക ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം കോടി രൂപയാണ് വോഡാഫോൺ ഐഡിയയ്ക്ക് കേന്ദ്ര സർക്കാരിന് നൽകാനുള്ളത്. ഇതിൽ മാത്രം 1.19 ലക്ഷം കോടി രൂപ സ്പെക്ട്രം സംബന്ധിച്ച കുടിശ്ശികയാണ്. കമ്പനി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ അനിവാര്യമാണെന്ന നിലപാടിലാണ്. ക്രമീകരിച്ച മൊത്ത വരുമാനമായ AGRുമായി ബന്ധപ്പെട്ട കുടിശ്ശികകൾ അടയ്ക്കാൻ കഴിയാത്തത് കമ്പനിയുടെ ഇക്വിറ്റി ഘടനയെ തന്നെ ദുർബലമാക്കുമെന്നാണ് വാദം. AGR കുടിശ്ശികയുടെ ഭാഗമായി കമ്പനി ഓഹരികൾ സർക്കാരിന് കൈമാറിയതോടെ ഇന്ന് വോഡാഫോൺ ഐഡിയയിലെ ഏറ്റവും വലിയ ഓഹരി ഉടമ കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ വകുപ്പായി മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. കമ്പനി തകർന്നാൽ ഏറ്റവും വലിയ നഷ്ടം നേരിടേണ്ടത് സർക്കാരാണ്. അതോടൊപ്പം വോഡാഫോൺ ഐഡിയയുടെ പ്രവർത്തനം നിലയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്വകാര്യ ടെലികോം വിപണി ജിയോയും എയർടെലും മാത്രമടങ്ങുന്ന ഒരു ഡ്യൂവോപോളിയായിരിക്കും. BSNL മാത്രം ഉപയോഗിച്ച് ഈ മത്സരാവസ്ഥയെ നിയന്ത്രിക്കുക പ്രായോഗികമല്ലെന്ന ആശങ്കയും ശക്തമാണ്. അതിനാൽ തന്നെ VA നിലനിർത്തുന്നത് സർക്കാരിന്റെ ബാധ്യതയായി മാറുന്ന സ്ഥിതിയാണ്. 2025 തുടക്കത്തിൽ സ്പെക്ട്രം കുടിശ്ശികയും പലിശയും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഏകദേശം 36,950 കോടി രൂപയുടെ ഓഹരികൾ കമ്പനി സർക്കാരിന് കൈമാറി. ഇതോടെ സർക്കാർ ഓഹരി വിഹിതം വൻതോതിൽ ഉയർന്നു. വിപണിയിലെ മത്സരം സംരക്ഷിക്കാനും കമ്പനിയുടെ കടഭാരം കുറയ്ക്കാനുമാണ് ഈ നടപടിയെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു സ്വകാര്യ ടെലികോം കമ്പനിക്ക് സർക്കാർ അമിത ആശ്വാസം നൽകുന്നുവെന്ന വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ കടബാധ്യത ഇക്വിറ്റിയാക്കി മാറ്റുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്നും യാതൊരു ക്രമരഹിതമായ സഹായവും നൽകിയിട്ടില്ലെന്നും മന്ത്രി സിന്ധ്യ വ്യക്തമാക്കി. മുന്നോട്ടുള്ള വെല്ലുവിളികൾ ചെറുതല്ല. 2026 മാർച്ചോടെ കമ്പനി 18,000 കോടി രൂപയുടെ പേയ്മെന്റ് നടത്തേണ്ടതുണ്ട്. തുടർന്ന് 6 വർഷത്തേക്ക് സമാനമായ വാർഷിക ബാധ്യതകളും തുടരും. അതേസമയം കഴിഞ്ഞ 3 വർഷങ്ങളിലെ വാർഷിക പ്രവർത്തന പണമൊഴുക്ക് 8,400 മുതൽ 9,200 കോടി രൂപ വരെയാണ്. ബാധ്യതകൾ പണവരവിനേക്കാൾ വളരെ കൂടുതലായതിനാൽ കമ്പനി ഈ സാമ്പത്തിക സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് പ്രധാന ചോദ്യം. പ്രവർത്തന ചെലവുകളും നെറ്റ്വർക്ക് വിപുലീകരണ ആവശ്യങ്ങളും ഈ സമ്മർദ്ദം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രവർത്തനം തകരാനുള്ള സാധ്യത കമ്പനി തന്നെ മുന്നറിയിപ്പായി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ടെലികോം വിപണി ശക്തമാണെന്നും 4 സേവനദാതാക്കളെ നിലനിർത്താൻ കഴിയുന്ന അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും ടെലികോം മന്ത്രി അഭിപ്രായപ്പെടുന്നുണ്ട്. ജിയോ, എയർടെൽ, BSNL എന്നിവ ചേർന്നതാണ് ആ ശക്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇത് വോഡാഫോൺ ഐഡിയയെ നിലനിർത്താൻ സർക്കാർ കൂടുതൽ ഇടപെടലുകൾ നടത്തുമെന്ന സൂചനയായി കരുതുന്നു. BSNLൽ സർക്കാർ ഇടപെടലുകൾ ഫലം കാണാൻ തുടങ്ങിയതും ഇതിന് പിന്തുണ നൽകുന്നു. അതീവ ഗുരുതര സാഹചര്യത്തിൽ VA സർക്കാർ ഏറ്റെടുക്കാനുള്ള സാധ്യത പോലും പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കമ്പനി അടുത്തിടെ 5,836 കോടി രൂപയുടെ പ്രൊമോട്ടർ ഇൻഫ്യൂഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീർഘകാലമായി നിലനിൽക്കുന്ന അനിശ്ചിത ബാധ്യതകൾ ലഘൂകരിക്കാനാണ് ഈ തുക ഉപയോഗിക്കുക. SBI നയിക്കുന്ന ബാങ്ക് കൺസൾട്ടോറിയത്തിന്റെ 25,000 കോടി രൂപയുടെ വായ്പ തീർക്കുന്നതുവരെ പ്രവർത്തനം തുടരാൻ ഈ ധനസഹായം സഹായകരമായേക്കും. കൂടാതെ ഇൻഫ്രാ ബോണ്ടുകൾ വഴി 5,000 കോടി രൂപ കൂടി സമാഹരിക്കാനുള്ള പദ്ധതിയും കമ്പനി മുന്നോട്ട് വെക്കുന്നു. വോഡാഫോൺ ഐഡിയയുടെ ഏകദേശം 87,000 കോടി രൂപ വരുന്ന AGR കുടിശ്ശികകളിൽ കേന്ദ്ര സർക്കാർ 5 വർഷത്തെ മൊറട്ടോറിയം അനുവദിച്ചിട്ടുണ്ട്. ഇതോടെ 2032 സാമ്പത്തിക വർഷം വരെ കമ്പനിക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ മുൻ സർക്കാർ കുടിശ്ശികകളുടെ തിരിച്ചടവ് കാലാവധി 2026 മാർച്ചിൽ അവസാനിക്കുന്നതും 2026 ജനുവരി 1 638 കോടി രൂപയുടെ GST പിഴ നോട്ടീസ് ലഭിച്ചതും പുതിയ വെല്ലുവിളികളായി തുടരുന്നു. ഈ നോട്ടീസ് നിയമപരമായി ചോദ്യം ചെയ്യാനാണ് കമ്പനിയുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.